ഒരു മാങ്ങോടെ എടുത്ത് മുറിക്കാം. എന്താ ഇത്? ധനുഷെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ പോരെ, ഞങ്ങൾ ഇവിടെ ആരെങ്കിലും ഒക്കെ എടുത്തു തരില്ലേ? മാമ്പഴം മുറിച്ചു കൊടുത്തപ്പോ സ്നേഹിക്ക് ജ്യൂസ് വേണം. ആ, അപ്പൊ പിന്നെ ഒരു മാങ്ങോടെ എടുത്ത് ചെത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ആണുങ്ങൾക്കും ഇതൊക്കെ അറിയാം. അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഒരെന്നാലും ഇല്ല. ഇതിനൊക്കെ വേറൊരു വശം കൂടിയുണ്ട്. ചില ഭാര്യമാർക്കേ ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറി എന്തുണ്ടാക്കി കൊടുത്താലും അത് വലിയ സ്വാദാ. പ്രത്യേകിച്ച് ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. എന്തായാലും സ്നേഹയുടെ ഭാഗ്യം. ധനുഷന് ഇതിനൊക്കെയുള്ള മനസ്സുണ്ടല്ലോ. എല്ലാവരും എതിർത്തിട്ടും എന്റെ കൂടെ ഇറങ്ങി വന്നോളല്ലേ സ്നേഹ. അപ്പൊ പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവളുടെ സന്തോഷമല്ലേ ഞാൻ നോക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്കൊരു കുഞ്ഞു വരാൻ പോവാ. ഈ ഗർഭകാലത്ത് അവളെ ഒരു രാജകുമാരിയെ പോലെ നോക്കണമെന്നാ എന്റെ ആഗ്രഹം. അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന് അവൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അങ്ങനെ. എന്താ ഒരു ഒലിപ്പീര്! ഭാര്യയോടുള്ള സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകല്ലേ. ഇത് നിന്റെ അവസാനത്തെ ഒലിപ്പീരാ. അവളുടെ ഗർഭം ഇന്നത്തോടെ തീരും. അതിങ്ങിതാ, ഞാൻ ജ്യൂസ് റെഡിയാക്കാം. വേണ്ട വേണ്ട, എന്തായാലും ഈ ജ്യൂസ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എങ്കിലേ എനിക്ക് തൃപ്തിയാകൂ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ബാക്കി ഉണ്ടെങ്കിലേ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഓ ശരി ശരി. തുലാഭാരം തൂക്കേണ്ട ആൾ കുട്ടിയല്ലേ? ആ, ഞാനോ? എങ്കിൽ കുട്ടി ആ തട്ടിലേക്ക് കയറിയിരുന്നത്. നാളികേരം തട്ടിലേക്ക് എടുത്ത് വെച്ചോളൂ. പ്രാർത്ഥിച്ചോളൂ, സകല ദോഷങ്ങളും മാറും. എന്റെ ദേവി, അപശകുനാണല്ലോ കാണുന്നത്. ഈ കാലത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്.
തടസ്സങ്ങൾ ഇനിയും മാറാനുണ്ടല്ലോ കുട്ടി. ഇനി എന്താ ചെയ്യാ തിരുമേനി? എന്തായാലും ഇന്നിനി തുലാഭാരം തൂക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, ദോഷത്തിനുള്ള പരിഹാര കർമ്മങ്ങൾ ഇനിയും വേണ്ടിവരും. നല്ലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ മോളെ. ഇത് അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട. തുലാഭാരം തൂക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നയാ. അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി നടത്തി നോക്കാം.